ഇത്തവണ ഓണം എക്സാം ടഫാവും. മാറിയ സിലബസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പോലും റെഫർ ചെയ്യാനില്ലാതെ വിരലിലെണ്ണാവുന്ന 7 ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുത്ത് എങ്ങനെയാണ് എക്സാം ഹാളിലേക്ക് കയറുക എന്നായിരിക്കും നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവുക. ഈ വീഡിയോ കാണുന്നവരിൽ നിങ്ങൾ പലരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല, പലരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ പലരും മിഡ് ടേമിന് വേണ്ടി എന്തൊക്കെയോ പഠിച്ച് എന്തൊക്കെയോ അറിയാം എന്നുള്ള നിലയിൽ ഇരിക്കുന്നവരായിരിക്കും. എന്നാൽ ഈ ഒരു വീഡിയോ ത്രൂ ഔട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന ഉറപ്പ് എനിക്ക് തരാനാകും. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ദിവസങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടെക്സ്റ്റിലെയും ഓരോ വരികളുടെയും ലൈൻ ബൈ ലൈൻ പഠിച്ചു തീർക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഫോക്കസ് ഏരിയകൾ ഏതാണെന്ന് മനസ്സിലാക്കി ആ പോയിന്റുകൾ കൃത്യമായി മനസ്സിലാക്കി നോട്ട് ഡൗൺ ചെയ്ത് അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫോക്കസ് ഏരിയ ഏതാണെന്ന് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ റേസിന്റെ വീഡിയോസ് കാണാം. ഈ വീഡിയോസിൽ നമ്മൾ പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ചോദിക്കാം. ഇനി രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുക. നിങ്ങളുടെ ഫോണുകൾ മാറ്റിവെക്കുക. എക്സാമിന് 7 ദിവസമേ ഉള്ളൂ. ഈ 7 ദിവസം കഴിഞ്ഞാലും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇനിയുള്ള 7 ദിവസങ്ങൾ നിങ്ങൾ പഠിക്കാനായി മാത്രം മാറ്റിവെക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനായിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി ഓരോ ചാപ്റ്റേഴ്സിന്റെയും നോട്ട്സ് എഴുതിയെടുക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിന്റഡ് ആയിട്ടുള്ള നോട്ട്സ് എടുക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് റേസിന്റെ ആപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓരോ ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് എന്ന് പറയുന്നത് അവൈലബിൾ ആയിരിക്കും. ഇനി അടുത്തതായി നിങ്ങളൊരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ച ശേഷം അത് അടച്ചു വെച്ച് ആ ഭാഗങ്ങൾ ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിക്കുക. അത് എഴുതി വെക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ഭാഗം വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു എന്നാണ്. ഇനി മറിച്ച് ആ ഭാഗം നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യണം എന്നാണ്. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏതൊരു ഭാഗം പഠിക്കുമ്പോഴും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ ഡയഗ്രാംസ് ഉറപ്പായിട്ടും നോക്കിയിരിക്കണം. ആ ഡയഗ്രാംസ് ലേബൽ ചെയ്ത പാർട്സ് ഏതൊക്കെയാണെന്നുള്ളതും പഠിക്കണം. എസ്പെഷ്യലി ബയോളജിയിൽ നിങ്ങൾക്ക് ഡയഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഭാഗം പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇനി പഠിത്തം വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാം. ഹൈലൈറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തന്നെ അത് പഠിക്കാൻ ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അതിൽ തോന്നും. ഇനി പഠിക്കുന്ന ഫോർമുലയും അതേപോലെ മറ്റുള്ള ചെറിയ ചെറിയ ഇക്വേഷൻസ് ഒന്നും ഓർമ്മയില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് സ്റ്റിക്കി നോട്ട്സിൽ ഈ പറയുന്നതെല്ലാം എഴുതി വെച്ച് നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളിൽ ഇതൊക്കെ ഒട്ടിച്ചു വെക്കുക. എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നടക്കുന്ന ഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഇത് കാണാനും ആ കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്തേക്ക് കയറാനുമുള്ള സാധ്യത കൂടുതലായിരിക്കും. ഞാൻ ഈ പറയാൻ പോകുന്ന അവസാനത്തെ കാര്യമാണ് നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഏതൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും ആ ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏത് രീതിയിലുള്ള ചോദ്യമാണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പഠിച്ചില്ല എന്നോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ ഈ ഓണം എക്സാമിന് നേടാൻ സാധിക്കും. കൃത്യമായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക. ഓരോ സബ്ജക്ട്സിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും അതെങ്ങനെയാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടതെന്നും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ടിപ്സും ട്രിക്സും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് കോണ്ടന്റ് വീഡിയോസും ഷോർട്സും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.